إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. قل هل يستوي الذين يعلمون والذين لا يعلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധികളൊക്കെ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മളുള്ളത്. ഇനിയൊരു വെള്ളിയാഴ്ച കൂടി കഴിഞ്ഞാൽ പിന്നത്തെ വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹയാത്തിലുണ്ടെങ്കിൽ നമ്മൾ റമദാൻ മാസത്തിലായിരിക്കും. റമദാൻ ഒരു വലിയ അവസരമാണ്. അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അവസരമാണ്. അത് നമുക്ക് വേണ്ടിയാണ് വരുന്നത്, നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. നോമ്പ് നിർബന്ധമാക്കി എന്ന് പറഞ്ഞപ്പോൾ അതിന് ലക്ഷ്യമായി പറഞ്ഞത് നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകാൻ നോമ്പിൻ്റെ ഒരു ലക്ഷ്യമാണ് പറഞ്ഞത്. തഖ്വ ഉണ്ടാവാനാണ്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു, തഖ്വയും നമ്മുടെ നാവും വലിയ ബന്ധമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ എല്ലാ പ്രസംഗത്തിലും ഓതുന്ന ഒരായത്ത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദ, നല്ല വാക്ക് പറയണം. അപ്പോൾ തഖ്വയും നാവും തമ്മിൽ ബന്ധമാണ് പറയണത്. അതുപോലെ നമ്മുടെ ആദർശം, അതും നമ്മുടെ നാവുമായിട്ട് ബന്ധം. എങ്ങനെ ചോദിച്ചാൽ, നമ്മൾ നല്ല ആളായി നല്ല ആദർശം സ്വീകരിക്കുന്നുണ്ട്, ഷഹാദത്ത് കലിമ ചൊല്ലി മുവഹിദായി ശിർക്ക് ചെയ്യാതെ, പിന്നെ ഇസ്ലാമിൻ്റെ റുക്നുകൾ, അർക്കാനുൽ ഇസ്ലാം, അതായത് 5 കാര്യമുണ്ടല്ലോ, അതൊക്കെ ചെയ്യുന്നുണ്ട്, അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, രാത്രി നിസ്കാരം, സദഖ, അങ്ങനെ പലതും. ഇതൊക്കെ ഇനി നമുക്ക് ചെയ്തതിൻ്റെ കൂലി അതൊരുപാട് ഉണ്ടാവും. അങ്ങനെ മനസ്സിലാക്കേണ്ട ഒരുപാട് പ്രതിഫലമുള്ള കാര്യമാണ്. പക്ഷെ അതൊക്കെ നാവ് ദൂർത്തടിക്കും. അതാണ് ഞാൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ സൽക്കർമ്മങ്ങളൊക്കെ നമുക്ക് തന്നെ കിട്ടാൻ തയ്യണ്ട് നാവിനെ പിടിച്ചു വെക്കുക. അപ്പം അത്ര വലിയ വിഷയമാണ് നാവിൻ്റെത്. നമ്മൾ നിസ്സാരാക്കും പോലെയല്ല. അശ്രദ്ധയിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെയൊന്നും അശ്രദ്ധയിൽ എന്തെങ്കിലും പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്ത അമലുകളൊക്കെ ആ നാവ് കൊണ്ടുപോകും. അതുപോലെ പൊതുവെ പറയാത്ത തമാശ പറഞ്ഞാണ് അറിയാം. തമാശയിലൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് പറയുമ്പോൾ തമാശ പറ്റൂല, അങ്ങനെയൊന്നുമല്ല. നബി തിരുമേനി തമാശ ഉൾക്കൊണ്ട ആളായിരുന്നു. നല്ല സഹൃദയനാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റസൂൽ പറഞ്ഞു ഇന്നീല അംസഹു വല അഖൂലു ഇല്ലാ ഹഖ, ഞാൻ തമാശ പറയും. നബി പറയാം ഞാൻ തമാശ പറയും, പക്ഷെ ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. തമാശ ഉൾക്കൊള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വയസ്സായ ഒരു സ്ത്രീ നബിയോട് വന്നിട്ട് പറയാണ് സ്വർഗത്ത് പ്രവേശിക്കുന്ന കാര്യം പറഞ്ഞിരണം. അവർ റസൂൽ എന്ത് ചെയ്തു? വയസ്സത്തികളൊന്നും സ്വർഗത്ത് പോകില്ല പറഞ്ഞു. അപ്പൊ അവര് കരഞ്ഞു. ഉടനെ തന്നെ അവരെ സമാധാനിപ്പിക്കുകയാണ്. വയസ്സത്തികൾ വയസ്സത്തിയായിട്ട് പോകില്ല, വയസ്സന്മാരും പോകില്ല, ഒക്കെ യുവാക്കളായിട്ടാ പോവുക. പറഞ്ഞൊക്കെ സത്യമാണെന്ന്. അതേസമയം തമാശയിലൂടെയാണ് പറഞ്ഞത് എന്നതിനെപ്പറ്റി പണ്ഡിതന്മാർ പറയലുണ്ട്. ഇതുപോലെ ഒരിക്കൽ സഹാബി നബിയോട് ചോദിച്ചു. എന്താ ചോദ്യം എന്നറിയാം? സ്വർഗത്തിൽ കൃഷി ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം ചോദിക്കണം. ഓരോരുത്തർക്ക് ഓരോ താല്പര്യമില്ല. ചിലർക്ക് കൃഷി ഓരോ ജീവിതത്തിന്റെ ഒക്കെ ഭാഗമില്ല. അപ്പൊ അങ്ങനെ വല്ല ബോധ്യമൊക്കെ പറഞ്ഞ് ചോദിക്കാലോ. നബിയോട് ചോദിച്ചതാണ്. നബി അതേ പറഞ്ഞു. പക്ഷെ ആ ചോദ്യം കേട്ട തൊട്ടടുത്തുള്ള മറ്റൊരു സഹാബി പറയാം, ആ ചോദിച്ച ആൾ അൻസാരിയാണ്. അതൊരു തമാശയായിരുന്നു. അങ്ങനെ അൻസാരികൾ അവിടുത്തെ കർഷകരാണ്. അപ്പൊ അത് കേട്ടപ്പോൾ നബി പുഞ്ചിരിച്ചു. നബി ഉൾക്കൊള്ള നബി പുഞ്ചിരിച്ചു. കേട്ടിട്ട് തമാശ ഉൾക്കൊണ്ടുള്ളത് പുഞ്ചിരിക്കുന്നു. സഹാബികൾ പറയുന്നുണ്ട്, ഞങ്ങള് പള്ളിയിൽ സുബൈ കഴിഞ്ഞാൽ ഇരിക്കും, സൂര്യൻ ഉദിക്കുന്നത് വരെ ഇരിക്കും, സഹാബികളും നബിയൊക്കെ. അപ്പൊ ചിലപ്പോൾ സഹാബികളെ ജാഹിലി കാലത്തെ പൊട്ടത്തരങ്ങളും വിവരക്കേടുകളൊക്കെ പറഞ്ഞ് ചിരിക്കുമ്പോൾ നബി പുഞ്ചിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നബി ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ആളാണെന്ന് അർത്ഥം. അപ്പൊ പറഞ്ഞെന്താ വെച്ചാൽ തമാശ പറയല്, തമാശ ഉൾക്കൊള്ളല്, അത് എതിർക്കല്ല ഇവിടെ പറയണേ. ചിലർ തമാശ എന്നുള്ള പേരില് കുത്തുവാക്കുകൾ പറയുന്നവരുണ്ടാവും. ചിലരുടെ തമാശ എന്ന വ്യാജേന അവർ പറയുന്നത് കൊണ്ട് ബന്ധങ്ങൾ തകരലുണ്ട്. ചിലരെ തമാശ എന്ന പേരിൽ കള്ളം പറയലുണ്ട്. അവർക്ക് ആൾക്കാരൊന്ന് ചിരിക്കാൻ വേണ്ടി. പക്ഷെ കള്ളം പറഞ്ഞിട്ട് അതാണ് തമാശ. അങ്ങനെ പറയുന്നവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു ഇങ്ങനെയാണ്. എന്താ പറയുന്നത്? വൈലുൻ ലില്ലദി യുഹദ്ദിസ് ഫയക്സിബ് ലിയുദ്ഹിക ബിഹിന്നാ, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കള്ളം പറയുന്നവർക്ക് നാശം. വൈലുൻ ലഹു വൈലുൽ, ആവർത്തിച്ച് പറയാം. അപ്പൊ നമ്മുടെ സംസാരം അതിന്റെ ഉത്തരവാദി നമ്മളാണ്. അതിന്റെ ഏൽക്കന്നെ വേണ്ടി വരും. അപ്പൊ ഇപ്പൊ റമദാന് ഒക്കെ വരില്ലേ, നമുക്ക് നല്ലൊരു അവസരമാണ്. ഈ അവസരം എന്ന് പറഞ്ഞാൽ നമ്മളെ നന്നാക്കാനാണ്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നാവിന്റെ കാര്യം ഞാൻ പറഞ്ഞു. കാരണം ചില വാചകങ്ങൾ, പുറത്തു വരുന്ന വാചകങ്ങൾ തിരിച്ചെടുക്കാൻ പറ്റില്ല, നമുക്കറിയാം. അതുകൊണ്ട് എന്തെല്ലാം പ്രശ്നം. അതൊരു പക്ഷെ ദീനിനെതിരെ ആയിരിക്കും സംസാരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ദീനനുസരിച്ച് ജീവിക്കുന്നവർക്ക് എതിരെ പരീക്ഷതായിരിക്കും, പല രൂപത്തിലാണ്. പക്ഷേ അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഇങ്ങനെയാണ്: ഇന്നർ റജുല യതകല്ലം, ചിലർ സംസാരിക്കും, ബിൽകലിമ, ചില പദങ്ങൾ, മീൻ സഹത്തില്ല, പക്ഷെ അത് അള്ളാഹ്ക്ക് കോപമുള്ള വിഷയമായിരിക്കും. പക്ഷെ ലാ യുൽഖിലഹ ബാല, ഓനത്ര മൈൻഡ് ചെയ്തില്ല. ഇതൊക്കെ ഇപ്പൊ എന്താ പറഞ്ഞാൽ ശ്രദ്ധിക്കാതെ പറയാൻ, ശ്രദ്ധിക്കാതെ എന്തെങ്കിലും ഒന്നും പറയാൻ പറ്റൂല. തഹ്വീബിഹി ഫിന്നാർ, അവനെ നരകത്തിലേക്ക് അത് കൊണ്ടുപോകും, താഴ്ത്തി തള്ളിയിടും. അബദമാ മിമ്മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറ് എത്ര അകലുണ്ട്, അതുപോലെ നരകത്തിന്റെ അടിയിലേക്ക് എത്തിക്കുന്ന ചില പദങ്ങൾ പറയുന്നവരാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണ്ടേ, നാവിനെ പിടിച്ചു വെക്കണം. നബി നാവിനെ പിടിച്ചു വെച്ചിട്ടാണ് മുആദ് ഇബ്നുൽ ജബലോട് പറഞ്ഞത്. ഇതിനെ പിടിച്ചു വെച്ച് ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ, നമ്മുടെ തൗഹീദ് അതുണ്ടെങ്കിലേ കൂലിയിട്ടുള്ള തൗഹീദിന്റെ കൂലി പോലും നാവ് ദൂർത്തടിച്ചു കൊണ്ടുപോകും. ഇസ്ലാമിന്റെ റുക്കിനുകൾ നമ്മൾ ചെയ്തതൊക്കെ അതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പോകും, വേറെ വഹിക്കും. അവ നിസ്സാരമാണ് എന്ന് തോന്നുന്നല്ലേ. ദേഷ്യം പിടിച്ചപ്പോൾ പറഞ്ഞതാണ്, അങ്ങനെ പറഞ്ഞില്ല, ദേഷ്യം പിടിച്ചപ്പോൾ പറഞ്ഞതാണ്. ദേഷ്യം പിടിക്കുമ്പോൾ പറയുമ്പോഴും ശ്രദ്ധിക്കണം. ദേഷ്യം പിടിച്ച് പറയുകയാണെങ്കിൽ ദേഷ്യം പിടിക്കുമ്പോൾ അതിൽ ഇല്ലായ്മ ചെയ്യാനൊക്കെ വഴികളൊക്കെ നബി പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഒതു പോയെടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. വല്ലാതെ ദേഷ്യം വരാണെങ്കിൽ പോയി ഒതെടുത്താണ്. വേറൊരുക്കെ പറഞ്ഞു ദേഷ്യം പിടിക്കുന്ന നിന്നിട്ട് ആ ദേഷ്യം കൊണ്ട് ഇരുന്നാളാ പറഞ്ഞു. അപ്പോഴും പറയണ്ട, ദേഷ്യം പിടിച്ചതെന്തോ പറഞ്ഞ് എന്തായാലും വിവരക്കേടായിരിക്കും, പിന്നെ ഖേദിക്കേണ്ടി വരും.
ഇരുന്നിട്ടാണ് ദേഷ്യം പിടിച്ചെങ്കിൽ കടക്കാൻ പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ദേഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താ തൊള്ളിന്ന് വരിക എന്നറിയില്ല, അങ്ങനെയൊക്കെ വരൂലേ. ഇത് ശ്രദ്ധിക്കണം. നമ്മുടെ സംസാരശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വല്ലാത്തൊരു കാര്യമാണ്. ആവശ്യമുള്ളത് പറയാം, അല്ലാത്തതൊക്കെ പ്രശ്നമാണ്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഇത് ഒരു ദേഷ്യം പിടിക്കുമ്പോൾ പറയാറുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിൽപ്പെട്ട രണ്ടാൾക്കാരൊരു സംഭവം നബി തിരുമേനി പറഞ്ഞിട്ടുണ്ട്. ഒരാൾ നല്ല ആബിദാണ്, ഈ ഭാഗത്ത് വെച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടാണ്, മറ്റാൾക്ക് അത്ര സദ്യമൊന്നുമില്ല. അപ്പൊ ഇയാളിങ്ങനെ ഉപദേശിക്കും, ഇങ്ങനെ പോയാൽ പോരാ, നന്നാവണം, എന്റെ ജീവിതം ശരിയില്ല, നന്നാവണം എന്നറിയും. പക്ഷെ എത്ര ആൾ വിചാരിച്ച മാതിരി ആവണില്ല, ഇയാൾ അങ്ങനെയൊന്നും നന്നാവണില്ല, മറ്റേയാൾ വിചാരിച്ച അത്ര ശരിയാണില്ല. ഒരു ദിവസം ദേഷ്യം പിടിച്ചിട്ട് അള്ളാഹുവാണ്, അള്ള ഒരിക്കലും നിനക്ക് പുറത്തരൂല, വല്ലാഹി പറഞ്ഞിട്ടാ പറഞ്ഞു, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക്, അള്ള നിനക്ക് ഒരിക്കലും പുറത്തരൂല. അതെന്താ, ഇയാൾ ദേഷ്യം പിടിച്ചു. ദേഷ്യം പിടിച്ചപ്പോൾ വന്ന വാക്കാണത്. നമുക്ക് പറയല്ല വേണ്ടേ, പറഞ്ഞിട്ട് കേൾക്കണേ കേട്ടോട്ടെ, ദേഷ്യം പിടിച്ചിട്ട് ഇപ്പം എന്താ കാര്യം? ദേഷ്യം പിടിക്കുമ്പോൾ പിന്നെ വേറൊരു വിഷയമുണ്ട്. അത് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല എന്നുള്ളത് കൊണ്ടായി. ദേഷ്യം എന്തിനാണ്? അള്ളാന്റെ ദീനനുസരിക്കാത്തത് മാത്രമല്ലാതെ ഞാൻ പറഞ്ഞിട്ട് ഇന്ന മൈൻഡ് ചെയ്തില്ല. അപ്പൊ നമ്മളെ മൈൻഡ് ചെയ്തോ ഇല്ല എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. അപ്പൊ ഇവിടെ നബി തിരുമേനി പറയാണ്, അള്ളാഹു ഇടപെട്ടിട്ട് പറഞ്ഞു, മനില്ലതി യതഅല്ല അലയ്യ അല്ല അഗ്ഫിർലി ഫുലാൻ, ഞാൻ ഇന്ന വ്യക്തിക്ക് പുറത്തു കൊടുക്കില്ല എന്ന് എന്റെ പേര് സത്യം പറയാൻ അയാൾ ആരാണ്? ഞാൻ അവര് പുറത്തു കൊടുത്തിരിക്കുന്നു, നിന്റെ അമൽ ഞാൻ ബാത്തിലാക്കിയിരിക്കുന്നു. ഇതൊക്കെ വലിയ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾക്ക് പറയാൻ അവകാശമില്ലാത്തത് നമ്മുടെ നാവ് കൊണ്ട് വരും. അള്ള ചെയ്യേണ്ട വിഷയം നമ്മളെങ്ങനെ പറയല്? ഉദാഹരണം പറഞ്ഞ് ശപിക്കല്. ഒരു ഉദാഹരണം പറയാം. എന്താ ശപിക്കല്? അള്ളാന്റെ റഹ്മത്തോന് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ശപിക്കുക. അത്തൊർദുമില്ലായ്നത്തില്ല, അള്ളാഹുവിന്റെ ലായനത്തുണ്ടാവട്ടെ. അത്തൊർദുമിൻ റഹ്മത്തില്ല, അവന്റെ റഹ്മത്തിൽ നിന്ന് അവൻ ആട്ടിയൊടിക്കപ്പെടട്ടെ. ഇതൊക്കെയാണല്ലോ ഈ ശാപം. നിങ്ങൾ ആലോചിച്ച് നോക്കി, പൊതുവെ ദേഷ്യം പിടിച്ചാൽ ശപിക്കുന്ന ഒരു പ്രവണതല്ലേ? അതുകൊണ്ടൊക്കെ വലിയ പ്രശ്നം വരാ. നാവിലൂടെയുള്ള ഈ ശാപം വരുന്നത്. ഈ ശപിക്കൽ ചിലപ്പോ ഭർത്താവ് ഭാര്യനെയായിരിക്കാം, ഭാര്യ ഭർത്താവിനായിരിക്കും, അല്ലെങ്കിൽ മാതാപിതാക്കൾ കുട്ടികളോടായിരിക്കും, അധ്യാപകൻ വിദ്യാർത്ഥികളോടായിരിക്കും, ദേഷ്യം പിടിപ്പിച്ചതായിരിക്കും. സംഗതിയൊക്കെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ തന്നെയായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഒരു ദേഷ്യം പിടിപ്പിക്കും, നമ്മുടെ ദേഷ്യം പിടിക്കണ്ടെന്ന്. ദേഷ്യം പിടിച്ചിട്ട് അങ്ങനെ പറയാൻ പറ്റൂല എന്നല്ല. ശപിച്ചാൽ അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ പറയുക, ഒരാള് വേറൊരുത്തനെ ശപിച്ചാൽ, എന്താണെങ്കിലും മൃഗാണെങ്കിലും വാനാണെങ്കിലും മനുഷ്യനാണെങ്കിലും, ആ സ്വൈതത്തുൽ അനാ ശാപം മുകളിലേക്ക് പോകും. എന്നാൽ ആകാശങ്ങളുടെ കവാടങ്ങൾ തുറക്കപ്പെടില്ല. അപ്പൊ അത് പിന്നെ ഭൂമിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് എവിടെയത് കൊള്ളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. യമീനം വിശ്വന വിശ്വം, ആ ലയനത്താണ് ഈ പോണത്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. എവിടേക്കും പോകാൻ വഴിയില്ലാന്ന് കണ്ട ആരെയാണ് ശപിച്ച അയാളിലേക്ക് വരും. അയാൾ അർഹനാണെങ്കിൽ, അയാൾ ആരെയാണ് ശപിച്ചത്, ആ ശാപത്തിന് അർഹത ഉണ്ടെങ്കിൽ ആ ശാപം അവനിലേക്കാണ് പോകും. അഥവാ അവൻ അതിന് അർഹതല്ലെങ്കിലോ ആ ശാപം ശപിച്ചവനിലേക്ക് തിരിച്ചു വരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നമുക്ക് ആ ശാപം ഒരിക്കലും നന്നാവില്ല അവൻ. അങ്ങനെയൊക്കെ ചിലർ പറയാം, ഒരിക്കലും ഈ ഗുണം പിടിക്കൂല, അങ്ങനെയൊക്കെ നമ്മൾ പറയാം. നമുക്കെങ്ങനെയാ അള്ളാന്റെ അടുത്തുള്ള കാര്യം നമ്മളെങ്ങനെയാ പറയല്? ഓ ഗുണം പിടിക്കൂല എന്ന് പറയാൻ നമുക്ക് എന്ത് ഭാവി നമുക്കറിയാം? നമുക്ക് എന്തെങ്കിലും അറിയോ? മഹാനായ ഉമർ ഖത്താബിനെ പറ്റി ഒരിക്കൽ പറഞ്ഞത്രേ, ഉമറിന്റെ കഴുത മുസ്ലിമായാലും അദ്ദേഹം മുസ്ലിം ആവൂല. പ്രവചനാണ് ഓരോരുത്തര്. എന്നിട്ട് എന്തായി നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ നമുക്ക് ചില പ്രത്യക്ഷത്തിലുള്ള ചില കാര്യങ്ങൾ കണ്ടിട്ടൊന്നും വിധി പറഞ്ഞാൽ ഒന്നും ശരിയാവില്ല, നമ്മളത് ഒക്കെ പ്രശ്നമാവും. മാത്രമല്ല ഇവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലാ യകൂനുൽ ലഹാനൂന ശുഫഅ വലാ ശുഹദാ, ശപിക്കുന്നവർ ഒരിക്കലും അവർക്ക് പരലോകത്ത് നഷ്ടപ്പെടുന്ന വലിയ ഉന്നതമായ സ്ഥാനമാണ് ഈ പറയുന്നത്. സത്യവിശ്വാസികൾക്ക് പരലോകത്ത് കിട്ടുന്ന ഉന്നതമായ കുറെ സ്ഥാനം, 2 സ്ഥാനം തന്നറിയങ്ങള് അവർ ശുപാർശകരാവുന്നതാണ്. ശുപാർശകരാവും. നമ്മുടെ വഴി മറ്റുള്ള ആൾക്കാർക്ക് അവര് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നൊരവസ്ഥ അള്ളാഹ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊരു ആദരവാണ്. ഏത് നരകത്തിൽ പോകേണ്ട ആൾക്കാരെ സത്യവിശ്വാസികളുടെ ശുപാർശക്കാരൻ അള്ളാഹ് നിന്ന് രക്ഷപ്പെടുത്തും. അത് സത്യവിശ്വാസികൾക്കുള്ള വലിയൊരു സ്ഥാനമാണ്. അതുപോലെ അവർ സാക്ഷികളായിരിക്കുന്ന ലിതകൂനു ശുഹദാ,
വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞ സൂറത്തുൽ ബഖറയിലുണ്ട്, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാണ്, നമ്മൾ അവർക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കും. അത് നമ്മുടെ ഒരു പ്രത്യേകത. എന്താ സാക്ഷ്യം വഹിക്കുക എന്നറിയോ? മുമ്പുള്ള അമ്പിയാക്കളൊക്കെ അവരുടെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് സാക്ഷ്യം വഹിക്കുന്നത് നമ്മളായിരിക്കും. നൂഹ് അലൈഹിസ്സലാമിന്റെ ജനത, ആ നൂഹ് അലൈഹിസ്സലാം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ജനത ഇല്ല, എത്തിച്ചു തന്നിട്ടില്ല എന്ന് പറയും. എന്നാൽ മുഹമ്മദ് നബിയുടെ ജനത പറയും അല്ല, സാക്ഷ്യം വഹിക്കുക, എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാ? കൃത്യമായി പരിശുദ്ധ ഖുർആനിലെ സംഭവം സത്യസന്ധമായി നമ്മുടെ മുമ്പിലുണ്ട്. ഇതുപോലെ അമ്പിയാക്കളുടെ ജനതകളെ തള്ളുമ്പോൾ ഈ ഉമ്മത്താണ് സാക്ഷ്യം വഹിക്കുക. ഇവിടെ പറഞ്ഞത് ശപിക്കുന്നവർ പരലോകത്ത് സാക്ഷ്യം വഹിക്കുന്നവരുമാവുകയില്ല, ശുപാർശ ചെയ്യുന്നവരുമാവുകയില്ല. ഉന്നതമായ 2 സ്ഥാനാണ് പോകുന്നത്. അപ്പൊ നാവ് വളരെ വലിയ അപകടമാണ്. അത് നമ്മളത് മനഃപൂർവ്വം തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം അതിനെ കൈകാര്യം ചെയ്യാൻ, പിടിച്ചു കെട്ടാൻ. അല്ലെങ്കിൽ അതിന് തമാശ എന്നുള്ള കോലത്തിൽ വരും, ദേഷ്യം പിടിച്ചിട്ടാണെന്നുള്ള രൂപത്തിൽ വരും, പല രൂപത്തിൽ വന്നിട്ട് ആൾക്കാർ എന്ത് ചെയ്യും? അതൊക്കെ ന്യായീകരിച്ചിട്ട് അതെന്താ, അതൊന്നല്ല, അളന്ന് മുറിച്ച സംസാരം. സഹാബികളൊക്കെ എന്തൊരു ഭയം ഉണ്ടായിരുന്നു, ശ്രദ്ധിക്കാതെ അവരെടുത്ത് ചില വന്ന പാചകങ്ങൾ. ഉദാഹരണം ഞാൻ പറയാം. അബൂദർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ ദേഷ്യം പിടിച്ചപ്പോൾ ഒരാളോട് പറയാം, യബ്ന സൗദാൻ, ഏയ് കറുത്തവരുടെ മകനെ. ദേഷ്യം പിടിക്കുമ്പോഴാണ് അതൊക്കെ വരല്ലേ. നമുക്കറിയാം, പറയാനൊന്നും പാടില്ല, കാരണം റബ്ബിന്റെ അടുത്തൊക്കെ തുല്യാണ്, കറുപ്പും പൊളുപ്പൊന്നുമില്ല. പക്ഷെ ദേഷ്യം പിടിക്കുമ്പോൾ ഓരോരുത്തരുടെ മനസ്സിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് വരികയാണ്. ഉടനെ നബി തിരുമേന്റെ അടുത്ത് അദ്ദേഹത്തിന് കുറ്റം ബോധം തോന്നിയപ്പോൾ അദ്ദേഹം തന്നെ വന്ന് പറയാം നബിയോട്, നബിയെ ദേഷ്യം പിടിച്ചപ്പോൾ ഞാൻ ഒരാളെ കറുത്തവരുടെ മകനെ എന്ന് പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയ്യർതോ ബി ഉമ്മിഹി, അദ്ദേഹത്തിന്റെ ഉമ്മാനെ വെച്ച് നീ ആക്ഷേപിച്ചോ? ഇന്ന കമ്രും ഫീക ജാഹിലിയ, നീ ഒരു മനുഷ്യനാണ്, നിന്നിൽ ജാഹിലിയത്തുണ്ട് എന്ന് പറഞ്ഞാൽ ജാഹിലിയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന മുസ്ലിങ്ങളാണ്. അപ്പൊ അവരിൽ ഇനി ആ ജാഹിലിയത്തിന്റെ ഒരു തകരാറുണ്ടാകാൻ പാടില്ല, അതിനൊക്കെ ഇതാവണം. പക്ഷെ ദേഷ്യം പിടിച്ചപ്പോഴും എങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എന്തോന്ന് കറുത്തവരോട് എന്തോന്നും ഉണ്ടായോ എന്ന് നബി തിരുമേനിക്ക് തോന്നിയത് കൊണ്ടാണല്ലോ അങ്ങനെ പറയണേ. ഇത് കേട്ടപ്പോ അബൂദറിന് വല്ലാത്ത ഭയം. അദ്ദേഹം ഈ സഹാബിന്റെ അടുത്ത് പോയി, എന്നിട്ട് നിലത്ത് കടന്നു കൊടുക്കുകയാണ്, കവട് നിലത്ത് വെക്കുകയാണ്. എനിക്ക് മാപ്പ് തരണം, ഞാൻ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്. മാപ്പ് തന്നു പോയി, പ്രശ്നമല്ല. ഇല്ല, എന്റെ മുഖത്ത് നിങ്ങൾ ചവിട്ടണം. നിങ്ങളൊക്കെയാണ് പോലെ പേടിയാണ്, എന്റെ മുഖത്ത് ചവിട്ടിയാലേ ഞാൻ പോവുള്ളൂ. അത്ര ഭയം. നമ്മുടെ നാവിൽ നിന്ന് ദേഷ്യം പിടിച്ചപ്പോൾ, അശ്രദ്ധയിലോ അപകടം പിടിച്ചൊരു വാചകം വന്നപ്പോ അത് നാളെ നമുക്ക് വല്ലാത്തൊരു പ്രശ്നമാകുമോ എന്നുള്ള പേടിയല്ലേ അത്. അപ്പൊ ഇതൊക്കെ ഇതുപോലുള്ളത് ഓരോരുത്തർക്ക് വരലില്ലേ. ഐഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയാണ്, ഗൗരവം മനസ്സിലാക്കാതെ വരുമ്പോൾ നബീന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കുന്ന വിഷയം പറയണേ. എന്താണെന്നറിയോ? സഫിയ ബീവിയെ പറ്റി ആയിഷ ബീവി പറഞ്ഞു, ഹസ്ബുക മിൻ സഫിയ കഥാ വകഥാ. സഫിയെ പറ്റി പറഞ്ഞു, സഫിയത്ത ഖസീറത്തല്ലേ, കുറിയവൾ, അവർ കുറച്ച് നീളം കുറഞ്ഞാളെ. പക്ഷെ അതിലൊരു പരിഹാസത്തിന്റെ ഒരു ചുവണ്ടല്ലോ, കുറിയവൾ. അങ്ങനെ ഓരോരുത്തരെ അവരുടെ പ്രകൃതം വെച്ച് പരിഹസിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. ഓരോരുത്തരെയും ഓരോ രൂപത്തിൽ പരിഹസിക്കുന്നവര്. പക്ഷെ ഇങ്ങനൊരു വാക്ക് ആയിഷാബീന്റെ അടുത്തുനിന്ന് വന്നപ്പോഴും ലോകത്തിനുള്ള പാഠം നബി തിരുമേനി പറയാണ്. ആയിഷാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ഖുൽതി കലിമതൻ, നീ ഒരു വാക്ക് ഇപ്പൊ പറഞ്ഞു, ലൗ മുസിജത് ബിമാഇൽ ബഹർ, അത് പ്രവിശാലമായ സമുദ്രത്തിലെ ആ വെള്ളത്തിൽ കലക്കിയാൽ ലമസജതു, അതിന്റെ നിറം പോലും മാറിപ്പോകുമായിരുന്നു. അത്ര അപകടം പിടിച്ച വാക്കാണ് നീ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ആലോചിച്ചാൽ മതി. നമ്മുടെ നാവ് കൊണ്ട് ഇത്ര പരിഹാസങ്ങൾ, എത്ര ഇടിച്ചു താഴ്ത്തലുകൾ, അതുപോലെ ദീനിനെതിരെയുള്ള സംസാരങ്ങൾ. ദീനനുസരിച്ച് ജീവിക്കുന്നവർ ഓന്റെ വേഷം കണ്ടില്ലേ, ഇസ്ലാമിക വേഷമായിരിക്കും. അല്ലെ അവരുടെ വേഷം കണ്ടില്ലേ, ഏത് കാലത്താണ് വരും, ഒരു ഇസ്ലാമിന്റെ വേഷം ധരിച്ച് നടന്നത് കൊണ്ടായിരിക്കും ഈ പരിഹാസമൊക്കെ റബ്ബിലേക്കാണ് എത്തുന്നത്. അത്തരം പരിഹാസങ്ങളെപ്പറ്റി വിശുദ്ധ ഖുർആൻ ഒരിക്കൽ പറഞ്ഞത്, ഖുൽ, പറയുക പ്രവാചകരെ, അബില്ല, അള്ളാഹുവിനെയാണോ, ആയാത്തി അവന്റെ ആയത്തുകളെയാണോ, വറസൂലി അവന്റെ ദൂതനെയാണോ,
കുൻതും തസ്തഹ്സിഊൻ നിങ്ങൾ പരിഹസിക്കുന്നത്, ലാ തഅ്തദിറൂ നിങ്ങൾ ഒഴിവ് കഴിവ് പറയണ്ട, ഖദ് കഫർതും നിങ്ങൾ കാഫിറായിട്ടുണ്ട്, ബഅദ ഈമാനിക്കും നിങ്ങളുടെ ഈമാനിന് ശേഷം. അപ്പൊ നാവ് നമ്മുടേതാണ് വിചാരിച്ച് എങ്ങനെയെങ്കിലും ഉപയോഗിച്ചാലേ തീരാ നഷ്ടത്തിലേക്ക് എത്തും. വളരെ ശ്രദ്ധിക്കണം. അപ്പൊ നോമ്പ് നമ്മളെ നന്നാക്കാനാണ് നോമ്പ് വരുന്നത്. നമ്മൾ തീരുമാനിക്കണം ഏത് ഒക്കെ ഒന്ന് ശരിയാക്കണം, മനസ്സിനെ ശരിയാക്കണം. എന്നെ നന്നാക്കാൻ വരുമ്പോൾ അത് ഒന്നും അതിൻ്റെ സാധാരണ മാസം പോലെ അതാണ് കടന്നു പോകും, നമുക്ക് ഒരു ഗുണം കിട്ടൂല. എന്നാൽ ശ്രദ്ധിച്ചാലോ അത് നമുക്കുണ്ടാകുന്ന ഗുണങ്ങളെ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ചക്ക് അത് ഓർമ്മയാക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും വസിയത്ത് ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമറിൽ പറഞ്ഞൊരു വചനം, ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. പറയുക, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? ഒരിക്കലും സമമാവില്ല എന്നതിന് വേണ്ടി പറയാം. ഇവിടെയുള്ള അറിവ് എന്ന് പറഞ്ഞാൽ ദീനിയായ അറിവാണല്ലോ. ഭൗതിക അറിവ് നമ്മളിത് പറയുമ്പോഴും അതും വേണം, ഇത് വേണമൊക്കെ പറയും, ഒക്കെ വേണം. പക്ഷേ പരലോകവുമായി ബന്ധപ്പെട്ട അറിവുമായി താരതമ്യം ഇതൊക്കെ വളരെ നിസ്സാരമാണ്, ഭൗതികമായ അറിവൊക്കെ. അപ്പോൾ ഏതായാലും ശരി, വിവരം, അറിവ്, ദീനി അറിവ്, അത് നമ്മുടെയൊക്കെ നാട്ടിൽ ആൾക്കാർക്ക് കിതാബും സുന്നത്തും പഠിപ്പിക്കാൻ വേണ്ടി പണ്ട് മുതലേ അറബി കോളേജുകളൊക്കെ നമ്മൾ സ്ഥാപിച്ചിരുന്നു. ദീർഘവീക്ഷണമുള്ള വലിയ വലിയ പണ്ഡിതന്മാർ കേരളത്തിൽ പല ഭാഗത്തും കിതാബും സുന്നത്തും ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി അറബി കോളേജുകൾ സ്ഥാപിച്ചെന്നറിയാം. പല അറബി കോളേജിൽ അങ്ങനെ അതിൽ നിന്ന് വന്ന സന്തതികൾ നമ്മുടെ കേരളത്തിൻ്റെ നാനാഭാഗത്തും കിതാബും സുന്നത്തും ഒക്കെ പ്രചരിപ്പിച്ച് നടന്ന ആ വലിയ ഒരു രംഗം. ഇന്നത് അത്ര അങ്ങോട്ട് പോരാ. പല അറബി കോളേജുകളും ദൗത്യം മറന്നിട്ടുണ്ടെന്ന കോളേജിൻ്റെ ആൾക്കാർ തന്നെ പറയാറുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ഒരൊറ്റ കോളേജ് ഞങ്ങളോ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, നമ്മുടെ ഈ മിനി ഊട്ടിയിലുള്ള ജാമിയത്തുൽ ഹിന്ദ്. ഏകദേശം ഒരു 10-13 കൊല്ലമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ 100-ലേറെ ആൾക്കാരെ, പണ്ഡിതന്മാരെ പുറത്ത് ഇറക്കിയ വലിയൊരു സ്ഥാപനമാണ്. നമ്മുടെ തൊട്ടടുത്താണ്, മഞ്ചേരിൻ്റെ അടുത്തുള്ള സ്ഥലമാണല്ലോ. 2 ക്യാമ്പസ്, ഒന്ന് ലേഡീസ് ക്യാമ്പസ് പാണക്കാടും മറ്റൊന്ന് മിനി ഊട്ടിയിലാണ്. വാസ്തവത്തിൽ അവിടെ പഠിക്കുന്നവരെടുത്ത് അവിടെ സാധാരണ ഈ അറബി കോളേജിലേക്കൊന്നും കുട്ടികളെ കിട്ടലില്ല. നമുക്കറിയാമല്ലോ, ഒക്കെ ഇങ്ങനെ ഭൗതികം പോകും. അറബി കോളേജ് സ്ഥാപിച്ചാൽ പിന്നെ കല്യാണം കഴിക്കാത്ത കുറച്ച് പെൺകുട്ടികൾ വരും, അല്ലാത്തവരൊക്കെ അങ്ങനെ ഉണ്ടാവില്ല, ആൺകുട്ടികളൊന്നും കിട്ടൂല. അങ്ങനെയാണ് പല അറബി കോളേജിൻ്റെ അവസ്ഥ. പക്ഷെ ഇവിടെ കുട്ടികൾ വന്നിട്ട് പ്രവേശനം കൊടുക്കാൻ കഴിയലില്ല. ഒരു കൊല്ലം 100 കുട്ടികൾ എടുക്കണമെങ്കിൽ 200-300 അപേക്ഷ വരും. അതും SLCക്ക് ഫുൾ A+ കിട്ടിയ കുട്ടികൾ കണ്ടമാനം. അത്രയേറെ ജനങ്ങളുടെ മനസ്സിൽ കയറിയ ഒരു സ്ഥാപനം. അവിടെ ലക്ഷദ്വീപിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്, കർണാടകയിലെ കുട്ടികളുണ്ട്, അതുപോലെ തമിഴ്നാട്ടിലെ കുട്ടികളുണ്ട്. ഇതൊക്കെ ഇത് അറിഞ്ഞിട്ട് വരിക. അറിയാത്തവരുണ്ടെങ്കിൽ ഞാനൊന്ന് അറിയിക്കുക കൂടി ചെയ്യാൻ. കാരണം അള്ളാന്റെ കിതാബ്, റസൂലിന്റെ സുന്നത്തും അത് പൂർവികർ എങ്ങനെ മനസ്സിലാക്കി അത് വളരെ സുന്ദരമായി പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. ഈ വിദേശമൊക്കെ പഠിച്ചു വന്ന പല അധ്യാപകരാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇത് മനസ്സിലാക്കിയതും ഇതിന് സ്വീകാര്യത കിട്ടിയതായിരിക്കും. ആ ഞാൻ പറഞ്ഞത് വെച്ചാൽ അതിന്റെ ഒരു 3ാമത്തെ സനത് ദാനം. 3ാമത്തെ പറഞ്ഞാൽ അത്ര കുറച്ച് ഇതായിട്ടുള്ളൂ എന്നർത്ഥം. 3ാമത്തെ സനത് ദാനം അതിന്റെ ഒരു ആഘോഷപൂർവ്വം 3 ദിവസങ്ങളിലായി നടക്കുകയാണ്. ഇന്ന് അസറിന് മുതൽ നാളെയും പിന്നെ ഞായറാഴ്ച അസറിന് ശേഷം വേങ്ങര വെച്ചിട്ടാണ് വളരെ വിപുലമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിൽ നമ്മളൊക്കെ ഒന്ന് പങ്കെടുക്കുക. പണ്ഡിതന്മാരായി പട്ടം വാങ്ങി പുറത്തു പോകുന്ന ആൾക്കാർ അവരെന്ന് എവിടെയൊക്കെ ഉണ്ടല്ലോ, വിദേശ യൂണിവേഴ്സിറ്റി പഠിക്കുന്നുണ്ട്. മദീനയിൽ ഒരുപാട് കുട്ടികൾ ഇവിടുന്ന് പാസ്സായ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതുപോലെ റിയാദിലെ ജാമിയത്തുൽ ഇമാം പഠിക്കുന്ന കുട്ടികളുണ്ട്. വേറെയും സൗദിയിലെ പല ഭാഗത്തും, അതുപോലെ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ ഈജിപ്തിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇന്ത്യയിലെ തന്നെ ഡൽഹിയിലെ ജാമിയ മില്ലിയയിൽ ഇവിടുന്ന് പോയ കുട്ടികൾ, അവിടെയൊക്കെ അവർ വളരെ അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പലതിലുണ്ട്. പല കുട്ടികളും ദായികളായിട്ട് പല ഭാഗത്തും ഖുതുബ നടക്കുന്നവർ, മുഖാമുഖം നടത്താൻ കഴിയും, ഖണ്ഡന പ്രസംഗം നടത്താൻ കഴിയുന്നവർ, ഇൽമിയായി എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ പഠിക്കാവുന്ന വല്ലാത്തൊരു അന്തരീക്ഷം അവിടെ അള്ളാഹ് നമുക്ക് തന്നതാണ്.
അപ്പോൾ ഈ സമ്മേളനത്തിന് സാമ്പത്തിക ചെലവുണ്ടാവും, ഇന്നതിൻ്റെ ഒരു ബക്കറ്റ് പിരിവുണ്ട്, നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ ദീനിയായ കാര്യത്തിനാണെന്നുള്ളൊരു ശ്രദ്ധ വേണം. മാത്രമല്ല നമ്മുടെയൊക്കെ കുട്ടികളെ വീട്ടിൽ നിന്ന് ഒരു കുട്ടീനെങ്കിലും ഇതൊക്കെ പഠിക്കാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കിട്ടലാണ്. പലരും ശ്രദ്ധിക്കുന്നില്ല. ഒക്കെ ഭൗതികത കൊണ്ട് തലയിൽ കയറിയിട്ട് അത് മതി അത് വിചാരിച്ചു. പക്ഷെ അതൊക്കെ ഇത്ര നല്ല അവസരം തൊട്ടടുത്തുണ്ടായിട്ട് അതൊന്നും ഉപയോഗിക്കാതിരുന്നാൽ വലിയ പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെ ഈ ദീനിയായ കാര്യത്തിന് അത് അവര് നമ്മുടെയൊക്കെ സഹായം കൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം നിന്ന് പോണത്. റമദാൻ പിരിവാണ് കാര്യമായിട്ട്. അപ്പൊ ഇപ്പൊ ഈ സന്നദ്ധാന സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ട് പള്ളികളിലൊക്കെ പറയാൻ അവരാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ പോക്കറ്റ് അറിഞ്ഞ ഒരു സംഭാവന അതിലേക്ക് നിങ്ങൾ ഇട്ടുകൊടുക്കും വേണം. പിന്നെ അത് കേൾക്കാൻ വളരെ വൈജ്ഞാനികമായ പല പരിപാടികളും നടക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. ഇന്നു മുതൽ ഉണ്ട്, കഴിയുന്നവരൊക്കെ ഇതിന് പോവുക. അതിനായി കഴിയാത്തവർ ഞായറാഴ്ച എന്തായാലും വേഗത നടക്കുക മഹാസമ്മേളനത്തിലെങ്കിലും പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. ദീനിയായ കാര്യങ്ങളായതുകൊണ്ടാണ് ഇത് സൂചിപ്പിച്ചിട്ടുള്ളത്. നന്മകൾ ചെയ്ത് മുന്നേറാനുള്ള തൗഫീഖ് അള്ളാഹ് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹ് അവൻ ഉദ്ദേശിച്ച അവൻ നന്മ തൗഫീഖ് ചെയ്ത സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒക്കെ നമ്മൾ അമ്പിയാക്കളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ലോകത്തിലെ പ്രതിസന്ധി, അതുപോലെ നമ്മുടെ മരിച്ച മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, അവർക്കൊക്കെ റബ്ബ് ആഫിയത്തും അതുപോലെ മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.